ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടിഫുൾ ടേബിൾ ഡെക്കോർ വെച്ച് നമ്മൾ ആവശ്യമില്ലാതെ വിചാരിച്ച് വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സാധനമാണ് നമ്മുടെ കോക്കനട്ട് ഷെഡ്. അത് വെച്ചാൽ ഒരു അടിപൊളി ക്യൂട്ട് ടേബിൾ ഡെക്കോറാണ് നമ്മളിത് ചെയ്യുന്നത്. വീഡിയോ ആയതായിട്ടാണ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് അവർക്കല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ കോക്കനട്ട് ഷെല്ലിൻ്റെ ഈ കുറച്ച് ഇങ്ങനത്തെ ഹെയർ പോലത്തെ ഒരു സാധനമില്ല, അത് കളയണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എവിടെയാണ് വെച്ചത് അവിടെ ഇങ്ങനെ ഷീറ്റോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിടാം, അല്ലെങ്കിൽ ഇവിടെ മൊത്തം അതാവും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് സാൻഡ് പേപ്പർ ആയതുകൊണ്ട് സാൻഡ് പേപ്പർ അതിനായതുകൊണ്ട് നമ്മളൊരു വേറെ സാധനം എടുത്തിടാം. ഞാൻ എടുത്തിട്ട് തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു പണ്ടത്തെ നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ പണ്ടത്തെ റഫ് ബുക്കാണ്. ഇനി നമുക്ക് ഇതിന് ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കണം. അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, എല്ലാവരും സീസേഴ്സ് എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ. ഞാൻ മൊത്തം പടം വരച്ചിട്ടേക്കണം ഇതിൻ്റെ അകത്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ഭാഗം മൊത്തം വെട്ടിയിട്ടിട്ടുണ്ട്. ചേച്ചി പോകുന്നതിൻ്റെ നിഗമനം നമുക്ക് അത്ര കട്ടിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ മടക്കാം. ശരിക്കും സാൻഡ് പേപ്പർ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായി. എൻ്റെ സാൻഡ് പേപ്പർ ആണെങ്കിൽ ഡ്രോയിങ് ബുക്കിലുണ്ട്, പക്ഷെ എൻ്റെ ക്ലാസ്സിലാണ്. ഇന്ന് ക്ലാസ്സില്ല, മൺഡേ എന്തിൻ്റെ ഒരു അവധിയായി. പക്ഷെ നമുക്ക് ഇതിന് ചെറിയ ഇതുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റാം. നമുക്കിത് കുറച്ച് കളയാം. കഴിച്ചൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഭാഗമാണ് നമുക്ക് ഉരയ്ക്കെടുക്കേണ്ടത്. ഞാൻ പെട്ടെന്ന് എടുത്ത് മാർക്കതാണ്. ഈ അകത്തെ ഭാഗമാണ്, അത് കുറച്ചുകൂടി കട്ടിയാതെ എനിക്ക് മനസ്സിലായി. കണ്ടോ, ഒച്ച കേൾക്കുന്നുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ അതേപോലെ ഇവിടെയൊക്കെ വീട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മൊത്തം ചെയ്തിട്ട് കാണാം. ഗൈസ്, നേരത്തെ കാണിച്ച ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ്, ഇത് നല്ല സൂക്ഷിച്ച് വേണം ചെയ്യാൻ. നല്ല സീസേഴ്സ് വെച്ചാണ് ഇത് ആരും ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ സൂക്ഷിച്ച് ചെയ്യണം. ഇത് കണ്ടോ, ഇങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ ഉരച്ച് ചെയ്യുമ്പോൾ അത് പോവും. കണ്ടോ, ഈ ഒരു സൈഡ് പോയിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഞാൻ പ്രത്യേകം പറയുകയാണ്, ആദ്യം കയ്യിൽ നിന്ന് മുറിച്ചിട്ട് വരാനത്. ഏറ്റവും സിമ്പിൾ ഇതായിരിക്കും. പെട്ടെന്ന് തീരാനാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. ഈ ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. സോ നമുക്കിത് കളഞ്ഞിട്ട് കാണാം. കഴിച്ചാൽ ഏകദേശം ഒരു സൈഡ് പകുതിയോളം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ? പകുതി കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് പാതി കൂടി കംപ്ലീറ്റ് ആക്കി. കഴിച്ചാൽ കുറച്ച് നമ്മൾ അറിയുന്നത് കുറച്ച് പാതിയായപ്പോഴാണ് ഈ കുഞ്ഞി കത്രിക കൊണ്ട് വരച്ച് പെട്ടെന്ന് കഴിയുന്നു. ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയും. പിന്നെയും പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, കൈ മുറിക്കാതിരിക്കാനാണ്. എല്ലാവരും ഇത് ആരെങ്കിലുമൊക്കെ വലിയവർ ആരെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഗൈസ്, കുറച്ച് നേരത്തെ പണിയിൽ ഒടുവിൽ ഞാൻ പകുതിയോളം കംപ്ലീറ്റ് ആക്കി. ഇവിടെ ഒന്നും പോകില്ല, ഒരുപാട് നേരം ഉരച്ചു. ചെറിയ നോയ്സ് പ്രോബ്ലം ഉണ്ടാവും, കാരണം ഇവിടെ ഡോർ അടച്ചിട്ടെങ്കിൽ നല്ല ചൂടാണ് ഇവിടെ. ഓക്കെ ഗൈസ്, നമുക്കിതിൻ്റെ പെയിൻറ്റിങ് സെക്ഷനിലേക്ക് കടക്കാം. നമ്മൾ ഈ ഷീറ്റിലെ ഡസ്റ്റൊക്കെ കളഞ്ഞിട്ട് പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ വെള്ളം വീഴ്ചയിടുന്നത് നല്ലതാണ്. പെയിൻ്റൊക്കെ ഇവിടെ ആകെ അലമ്പാകും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാനൊരു കളർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ശേഷം ഞാൻ വിചാരിച്ചു ഓറഞ്ച് കളറിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെടുക്കാമെന്നാണ് എൻ്റെ നിഗമനം. എനിക്ക് ജലദോഷവും ചുമയാണ്, അതുകൊണ്ട് എൻ്റെ സൗണ്ട് അത്ര ശരിയല്ല. ഓറഞ്ചൊക്കെ തീർന്നു കഴിച്ച് ഇൻഡിപെൻഡൻസ് ഡേ കുറേ ചെയ്തിട്ട് നമ്മളിത് മെല്ലടിക്കും. ആദ്യം ഒന്ന് അടിക്കുമ്പോൾ ആവുന്നതല്ല, കുറച്ചേ ആവുള്ളൂ. നമ്മളിത് കുറച്ച് അടിച്ച് കഴിയുമ്പോഴേ അത് അങ്ങോട്ട് പിടിക്കുള്ളൂ. സോ ഗൈസ്, അപ്പോൾ നമുക്കിനെ അടിക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതെന്തിനാ കളഞ്ഞത് കണ്ടോ. ഇത് ഇവിടെ എനിക്കൊന്നും കളയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ബേബി ഹെയർസ് പോലെ പൊങ്ങിയിരിക്കണ്ടില്ലേ, അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മളിത്. ഞാൻ പകുതി ചെയ്തോളൂ, കുറച്ച് നേരം കൈവേനത്തപ്പോൾ ഞാൻ നിർത്തിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ചുകൂടി ഒരു ഇതായിട്ടുള്ളൊരിതായ. അപ്പോൾ ഇവിടെ ഒരു ഹാപ്പി മൂഡ്, ഇവിടെ ഒരു ആംഗ്രി മൂഡും വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കിനി ഒരു പാട്ട് മൊത്തം ഓറഞ്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഓറഞ്ച് മൊത്തം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ നമുക്കൊരു പിങ്കോ അല്ലെങ്കിൽ റെഡ് അങ്ങനെ എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. സോ ഗൈസ്,
സോ ഗൈസ് ഞാൻ ഫൈനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെഡ് കളറാണ്. റെഡ് വേണം നിങ്ങൾ ഇപ്പോഴും ചെറിയ ഞാൻ റെഡ് എടുത്തു. റെഡ് പറഞ്ഞ കോമ്പിനേഷനാണ്. ഓക്കെ ഗൈസ്, ഓക്കെ റെഡ് ഞാൻ അധികം ഉപയോഗിച്ചില്ല, എന്നാലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ ഫുഡ് അടിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാൻ അവസാനം 2 സൈഡും അടിച്ചു കഴിഞ്ഞു. സോ ഗൈസ് ഇട്ടിരിക്കാനാണ് ഞാൻ നടുക്കൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. 2 സൈഡും അടിച്ചിട്ടുണ്ട്. ഇല്ല എനിക്ക് ഇങ്ങനെ എല്ലാവരും നടത്താൻ കഴിയില്ല, കാരണം ഇവിടെ ഇത് എടുക്കാൻ പറ്റില്ല. ഇനി നമുക്കിത് ഉണങ്ങിയിട്ട് അതിൻ്റെ അടുത്ത വരുന്നൊരു നമുക്ക് ക്ലേ വെച്ചൊരു കുട്ടി പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലേ എടുത്തിട്ട് കുട്ടി പരിപാടി ചെയ്യാം. അപ്പോഴത്തേക്കും ഇത് ഉണങ്ങട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ പെയിൻ്റ് അടിച്ച സെയിം ഫ്ലവറിലേക്കിൻ്റെ തന്നെ ഞാനൊരു ക്ലേ എടുത്തിട്ടില്ല. എനിക്കിത് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയെന്ന് എനിക്കറിയില്ല. 2 ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പൊട്ടിക്കാം ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഒരു ബ്ലൂ പാക്കറ്റും റെഡ് പാക്കറ്റും ഉണ്ടായി. അത് നമ്മൾ രണ്ടും കുറച്ച് ഹാഫ് എടുത്തിട്ടുണ്ട്. 2 കളറാണ്. നമുക്കിത് മിക്സ് ചെയ്യണം നല്ലപോലെ. ഇത് മിക്സ് ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ കുറച്ച് ടൈറ്റാണ്. ഇങ്ങനെയാണോ എന്നറിയില്ല, തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഗൈസ് എൻ്റെ അനിയൻ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്കിതിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് ഇങ്ങനെയാണോ എനിക്കറിയാം. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം, എനിക്ക് ആദ്യമായിട്ടാണ്, എനിക്ക് വലിയ വീഡിയോ ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്കിത് മൊത്തം മിക്സ് ചെയ്യാം ഗൈസ്. ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഏതാണ്ട് ഒരു സിമെൻറ്റിൻ്റെ കളറൊക്കെ പോയി വൈറ്റ് കളറായി. സോ നമുക്ക് ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് ആക്കാനുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് കുഞ്ഞി കണ്ണുണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 2 കണ്ണുണ്ടാക്കി ഇതുപോലെ 2 കണ്ണുകൂടി ഉണ്ടാക്കണം. ബാക്ക് സൈഡിലൂടെ ഒട്ടിക്കാൻ. ഗൈസ് കുറച്ചെടുത്താണ്, ഞാൻ കുറച്ച് അധികം കൊടുത്ത് ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ ഞാൻ ഇതേപോലത്തത് ഹലോ ഇത്രയും ബോൾസ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കട്ട് അടച്ചു തരാം. ഇത് കുറച്ച് കഴിയുമ്പോൾ താഴെ ഡ്രൈ ആവും. ഓക്കെ, നമുക്കിത് ഡ്രൈ ആവാം. അപ്പോഴത്തേക്ക് നമുക്ക് ആ പെയിൻറ്റ് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇരിക്കേണ്ടത്. ഇപ്പോൾ ഉണങ്ങുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് നേരം ഞാൻ വെച്ചിട്ട് റെഡ് ഉണങ്ങി തുടങ്ങി. ആദ്യം അടിച്ച് ഓറഞ്ച് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. റെഡ് അടിയിലൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും കളറ് പറ്റി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങളുടെ ഒരു ഇമാജിൻ എന്താണോ അതേപോലെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. സോ ഗൈസ് നമുക്കിത് 2 ഇനി ഉണങ്ങിയിട്ട് നമുക്ക് കാണാം. ഗൈസ് നിങ്ങൾ പെയിൻ്റ് അടിക്കാനായി നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ഞാനിന്ന് എൻ്റെ ചാനലിലേക്ക് എല്ലാവരും കയറി ചെക്ക് ചെയ്താൽ മതി. പെയിൻ്റ് അടിക്കുമ്പോൾ എല്ലാവർക്കും ഡ്രസ്സിൽ പെയിൻ്റ് ആവുന്നൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കാം. എല്ലാവരും പോയി ചാനലിൽ കയറി കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. കേസിന് നമുക്ക് ഉണങ്ങിയിട്ട് നമുക്ക് ഈവനിങ്ങിൽ ബാക്കി പരിപാടികൾ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ട് ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ആ 11 മണിയായപ്പോൾ വെച്ച് ഇപ്പോൾ ഒരു 3:30 സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സൂപ്പറായിട്ട് ഉണങ്ങി നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ക്ലിയർ ഉദ്ദേശിച്ച പോലെ തിക്കായിട്ടിട്ട് ചിലക്ക് ഒട്ടി പിടിച്ചു. സോ ഗൈസ് ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ബോൾസ് കഴിഞ്ഞ് പെയിൻ്റ് അടിക്കാം. ഗൈസ് നമ്മൾ ഐസ് പെയിൻ്റ് അടിക്കാൻ പോവാണ്. 1 2 3 ഗൈസ് കുറച്ചൊക്കെ അവിടെ ഒട്ടിപ്പിടിച്ച് പറഞ്ഞു വന്നു. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ 4 ബോൾസ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിക്കാവേ. ഓക്കെ ഗൈസ് ഇത് കുറച്ച് കട്ടി ലെവൽ കുറവുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അടിക്കാൻ പറ്റില്ല. നമുക്ക് മൊത്തം അടിച്ചിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മുടെ 3 പെയിൻ്റ് അടിച്ച് തരൂ. ഐസ് എടുക്കാൻ പറ്റില്ല, ഇപ്പം പെയിൻറ്റ് പോവും. 4 അടിച്ച് തരൂ. ഇത് നമുക്കിനി കോക്കനട്ടിലെ ബാക്കി ഔട്ട്ലൈറ്റ്സ് ഒക്കെ വരയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ കോക്കനട്ട് എടുത്ത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ജലദോഷമായിട്ട് സൗണ്ട് അത്ര ക്ലിയർ അല്ല. നമ്മൾ അധികം അറിയാതിരിക്കും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ അടിച്ചു തരാവേ. ഇത് അങ്ങനെ അറിയില്ല, ബ്ലാക്ക് ആവുമ്പോൾ നല്ലോണം അറിയും. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തത്. നമ്മൾ ഇവിടെ ക്യൂട്ട്നെസ് പിന്നെ സാഡ്നെസ്സാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാനാണ്. സോ ഗൈസ് നമുക്ക് ഇതൊക്കെ വരയ്ക്കാം.
അപ്പോൾ ഗൈസ് എനിക്ക് വേണ്ട 2 സൈഡ് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് താഴ്ന്ന് ക്യാമറ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. സൂപ്പറാണ്, ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലാക്ക് പെയിൻറ്റ് വെച്ച് പെയിൻറ്റ് ചെയ്യാം. ഗൈസ് ഇത് തിൻ ഔട്ട്ലൈൻ ആയതുകൊണ്ട് ബ്ലാക്ക് വെച്ച് അടിക്കാൻ പറ്റില്ല, കളറിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് സ്കെച്ച് വെച്ചിട്ട് വരയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ സ്കെച്ച് എടുത്തത് നമുക്ക് വരച്ചു തുടങ്ങാം. ഗൈസ് വെച്ച് കഴിയുമ്പോൾ കൈ വറക്കുന്നുണ്ട്, അതെന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, നമ്മൾ ഈ ക്യൂട്ടിൻ്റെ കട്ട് വരച്ചു തരും. ഞാൻ മൂക്ക് ഒരു സിമ്പിൾ മൂക്ക് എടുത്തിട്ട് ഒരു സ്മൈൽ. ഞാൻ ലിപ്സ് അങ്ങനെ കൊടുത്തില്ല, ഞാൻ വരച്ചത് കളർ ചെയ്യുമ്പോൾ ബാക്കി ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് ഈ ഫില്ല് കൂടി കാണാം. ഗൈസ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളത് വരച്ചു തരുന്നുണ്ട്. ഇത് ക്യാമറയിൽ അങ്ങനെ കാണുന്നില്ല, എനിക്കിത് നല്ലപോലെ ഇഷ്ടമായിട്ട്, ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ചുമ ജലദോഷമാണ്. നമുക്കിത് പെയിൻ്റ് അടിക്കാവേ. ഇത് നടുക്കൂടെ മാത്രം അടിക്കാം. നമുക്ക് കുറച്ചുകൂടി ചെറിയ ബ്രഷ് എടുക്കാം, അതായിരിക്കും നല്ലത്. ഗൈസ് ഈ പെയിൻറ്റ് വെച്ച് അടിക്കുമ്പോഴും ഇത് വെച്ച് അടിക്കുമ്പോഴും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ച് അത് രസമില്ല. പക്ഷേ എല്ലാം പെയിൻറ്റ് കൊണ്ട് തന്നെ അടിക്കാതെ ശരി, നമുക്ക് ഇത് പെയിൻറ്റ് വെച്ച് ഫിൽ ചെയ്തിട്ട് കാണാം. ഗൈസ് നല്ല രസമുണ്ട്. കേസ് അതിൻ്റെ ക്യാമറയിൽ കടവല്ല നേരിട്ടാകുമ്പോൾ നല്ല അടിപൊളി നല്ല ബ്രൈറ്റ് ആയിട്ടാട്ടുള്ളത്. നമുക്ക് ഈ സാഡ്നസ് കൂടി വരച്ചിട്ട് കാണിച്ചു തരാം. ഗൈസ് ഞാൻ നേരത്തെ ആ പെയിൻറ്റ് അടിച്ചിട്ട് ആ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ബോൾസ് ഇല്ലേ, അത് ശരിക്കും കണ്ണല്ല, ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഈ പൊക്കത്തെ ഈ ഹോൾ അടയ്ക്കായിരുന്നു സത്യം പറഞ്ഞാൽ. ഇവിടെ ഒരു ഹോള് ഞാൻ അറിയാതെ എടുത്തപ്പോൾ ആയിപ്പോയതാണ്. അപ്പോൾ അത് അടയ്ക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഞാൻ വിചാരിച്ചു. വേറെ ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഹാപ്പി ആവുമ്പോൾ ഞാൻ ഹാപ്പി വെച്ച് കാണിക്കും, സാഡ് ആവുമ്പോൾ ഞാൻ സാഡ് ഇങ്ങനെ വെച്ച് കാണിക്കും. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കൂടിയൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി കൊടുക്കാനായിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. ഗൈസ് കുറച്ചുകൂടി ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടി അവിടെ കുഞ്ഞ് ബ്ലഷ് ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ചുകൂടി വലുതാക്കണം, കാരണം ഇത് ഇത്ര വലിയ സാരത്തിൽ ഇത്ര കുഞ്ഞ് ബ്ലഷ് കാണില്ല കേട്ടോ. ഗൈസ് ഞാൻ ഇവിടെ ഒട്ടിക്കാൻ വെച്ച് നമുക്ക് ഇങ്ങനെ തിരിക്കുന്ന എളുപ്പത്തിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസിന് വേറൊരു യൂസേജ് വേണ്ടി ഞാൻ കുറച്ച് നേരം ആലോചിച്ചപ്പോഴാണ് കണ്ടത്. നമ്മുടെ പഴയ ഇങ്ക് തീർന്നതിന് പെന്നോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. നമ്മൾ ഈ പെന്നിൻ്റെ സാധനമൊക്കെ ഊരി മാറ്റാം, ഈ റബ്ബറൊക്കെ ഊരി മാറ്റാം. ശേഷം നമുക്ക് ഈ പെന്നിൻ്റെ ലീഫ്ലറും ഇതും ഊരി മാറ്റിയിട്ട് ഇത് മാത്രം മതി, നമുക്ക് ടൈറ്റാക്കാം. ക്യാപ്പ് വേണ്ട, ഇങ്ങനെയുള്ളത് മതി. ഇത് രണ്ടും ഇത് 3 റിമൂവ് ചെയ്യുക, നമുക്ക് ഇങ്ങനെ കിട്ടും. പഴയ പെന്നാണ് ചേട്ടാ. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇത് മറ്റേ ഇങ്ങനെ കുറേ നോട്ട്സൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡെസ്ക് ഡെക്കോറും ആവും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഐഡിയാസ്, നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോഴാണ് ഞാൻ ഒരു സത്യം വെച്ചാൽ ഈ റബ്ബർ വേണം, അല്ലെങ്കിൽ ഇത് കയറില്ല, അല്ലെങ്കിൽ ലൂസ് ആയിരിക്കും. നമുക്കിത് തിരിക്കുകയും ചെയ്യാം. നമുക്ക് ഇതിനകത്ത് കൂടെ സാധനം ഇടാം. ഇത് ഇതിൻ്റെ മോനെ ചെറുതാങ്ങനെ പെൻസിൽ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്കിത് മൊത്തം ബ്ലാക്ക് പെയിൻ്റ് അടിക്കാവേ. ഇത് ശരിക്കും അവർ റിയലായിട്ടുണ്ട്. മറ്റേ ഒന്നാമത് ഒരു കോല് കുത്തി വെച്ച് മറ്റേ നിങ്ങൾക്ക് ശരിക്കും ഒരു സാധനം ഉണ്ടാവില്ലേ, അത് ഇപ്പോൾ പറയാൻ എനിക്ക് പേര് എനിക്കറിയില്ല. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഫിനിഷിങ്ങിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത് ഫൈനൽ റിസൾട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഡെക്കോറായിട്ട് ഉപയോഗിക്കുക. ഇതിനോട് നമുക്ക് ആവശ്യമുള്ള നോട്ടീസ് ഇടാം. ഇനി നമുക്ക് സെക്കൻഡ് വേ നോക്കാം. സെക്കൻഡ് വേ നമ്മൾ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. ഡെസ്ക് ഡെക്കോർ മേക്കിംഗ് പാർട്ട് 2 ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഇതിന് അതിൻ്റെ സെക്കൻഡ് വേ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയുള്ള വീഡിയോ കുറച്ച് ലാഗായി. ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.